നമ്മുടെ IT ക്ലബിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് നേരിട്ട് ചെയ്ത് പറഞ്ഞു തരാൻ വേണ്ടിയുള്ള വർക്ക്ഷോപ്പാണെന്ന് നമ്മളോട് സഹകരിച്ചിട്ട് ഇന്ന് ഷൊർണൂരുള്ള ജിടെക് കമ്പ്യൂട്ടേഴ്സ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ വേറെ സ്കൂളുകളിലും ഇങ്ങനെ IT ക്ലബിനൊക്കെ പോകാറുണ്ട്. അപ്പോൾ നമുക്കറിയാം നിങ്ങളുടെ ഒരു താല്പര്യം ഇതിനകത്തുള്ള അല്ലേ, കമ്പ്യൂട്ടർ അതിൻ്റെ അത്ഭുതങ്ങൾ ശരിക്കും അതാണ് നാച്ചുറൽ ലാംഗ്വേജ് ക്വസ്റ്റ്യൻ. ആ നാച്ചുറൽ ലാംഗ്വേജ് ക്വസ്റ്റ്യൻ എടുക്കുക. ഓക്കെ, അതുകൊണ്ടൊരു കോഡിംഗ് സിസ്റ്റം അതിലുണ്ട്. ഇതെല്ലാം പ്രോഗ്രാമിംഗ് ടെക്നോളജി കേട്ടോ. ഡെവലപ്മെന്റ് കുറച്ചുകൂടി കൂടി. അത് കഴിഞ്ഞ് 2020 ആയപ്പോഴേക്കും ഈ ആൻസർ പറയും വീട്ടിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കൂല അമ്മ. അപ്പോൾ നമ്മൾ സ്കൂളൊക്കെ നമ്മൾ പ്രത്യേക രീതിയിലാണ് പ്രസന്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ. ഞാനൊക്കെ എന്താ പറയുക ഇങ്ങനെ ഉണ്ടാക്കും, ആൻസേഴ്സ് ഉണ്ടാക്കും. പൊതുവെ എനിക്ക് ക്രിയേറ്റീവ് പറയാൻ എളുപ്പം. അപ്പൊ ഞാൻ ഓക്കെ അപ്പോ അതിന് നമുക്ക് എങ്ങനെ കിട്ടി അങ്ങനെയല്ലോ. ചിലപ്പോൾ അതും തരും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് മെഡിക്കൽ അസിസ്റ്റൻസും കൂടി ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ഒരു ഡോക്ടറിന്റെ രൂപമാണോ കൊടുക്കേണ്ടത് വെച്ചാൽ ഒരു ഡോക്ടറിന്റെ രൂപം തരും. ഒരു കവി പാട്ടുകാരന്റെ ആണോ? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെല്ലാ കാര്യത്തിലും അങ്ങനെ കേട്ടോ. സങ്കടം ഉണ്ടാവും. അപ്പൊ കളിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്ന് ആലോചിക്കും. അവർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയി കളിക്കുകയാണ്. എന്നിട്ടും പക്ഷെ അപ്പുറത്തെ ടീമുകാർക്ക് തോറ്റു ദേഷ്യം ഉണ്ടാവില്ല ഉള്ളില്. ദേഷ്യം ഉണ്ടാവില്ലേ, ഉണ്ടാവില്ലേ? അതൊന്ന് പിന്നെ അവർ വർക്ക് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് ഇൻഫർമേഷൻ നമുക്ക് എടുത്ത് നമുക്ക് രീതിയിൽ പിന്തിരില്ല. ഞാൻ പറഞ്ഞോ വാട്സപ്പ് ചെയ്യുന്ന ഈ റോബോട്ടിനെ കുറിച്ചൊക്കെ നല്ലോണം പറയുന്നുണ്ട്. ഈ ക്ലാസ് താങ്ക് യു. സാറിന്റെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടമായി. AI കുറിച്ചിട്ടും VR, AR ഇതിനെ കുറിച്ചൊക്കെ നല്ല ക്ലാസ് ആയിരുന്നു. AI കുറിച്ച് പുതിയ അറിവുകൾ നേടാൻ സാറിന്റെ ക്ലാസ് വളരെ ഉപയോഗപ്പെടുത്തി തരും. ChatGPT അങ്ങനെ AI യൂസ് ചെയ്യുന്നവർ അപ്പോൾ എനിക്ക് ChatGPT കുറിച്ച് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങൾ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അതിന് ലോഗോ വേണമായിരുന്നു.
അപ്പോൾ ഇങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതിനൊരു ഫോട്ടോ വേണമെങ്കിൽ നമ്മുടെ ഇമാജിനേഷൻ വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ മനസ്സിലായി. പിന്നെ സാറിൻ്റെ ക്ലാസ് നല്ല ഉപയോഗപ്രദമായിരുന്നു. താങ്ക് യു. വളരെ നന്നായിരുന്നു. ഞങ്ങൾക്ക് റോബോട്ട് എന്താണെന്നുള്ളത് ഈ ക്ലാസ്സിലൂടെയാണ് നന്നായി മനസ്സിലായത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ട് നന്നായി മനസ്സിലായി. എന്തായാലും താങ്ക് യു. ടെക്സ്റ്റ് ബുക്കില് എയിനെ കുറിച്ചിട്ട് പഠിക്കാറുണ്ട്. ചെറിയ ഷോർട്ട് ഫോം ആയിട്ട് പഠിക്കാനുള്ളത്. പക്ഷേ നമ്മുടെ സൂര്യ സാറിന്റെ ക്ലാസ്സിലോട് കൂടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിച്ചു. ദിൽഷാദ് പറഞ്ഞ പോലെ അവനെ പോലെ കുറേ കുട്ടികളെ ഈ ലോഗോസ് ഉണ്ടാക്കാനും ഗ്രൂപ്പ് ഉണ്ടാക്കാനൊക്കെ ഇപ്പോഴത്തെ തലമുറയിൽ കൂടി വരികയാണ് അല്ലേ. അപ്പൊ അവർക്കൊക്കെ ഈ ക്ലാസ് കൊണ്ട് നല്ല പ്രയോജനപ്രദമായിട്ടുണ്ടാവും. അപ്പൊ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ടെക്നോളജീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട്. താല്പര്യമാണ് പ്രധാനം. ജോലി സാധ്യതയുള്ള ഫീൽഡാണ് ഇത്. ലോകത്തെവിടെയും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണിത്. ഒന്നുകൂടി പറയാം, ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്ന ജോലിയാണ്. തരാൻ മതി. നന്ദി പറഞ്ഞിട്ട്